ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ ബ്രാൻഡിന്റെ പ്രസൻസ് എങ്ങനെ വരുത്താമെന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ്ലി നമുക്ക് മെറ്റാ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ ഇനീഷ്യലി സോഷ്യൽ മീഡിയ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ചൂസ് ചെയ്യാൻ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ മെറ്റാ പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രി ടിക്കറ്റ് അഥവാ നമുക്ക് ക്യാമ്പയിൻസും മറ്റെന്ത് കാര്യങ്ങൾ ചെയ്യാനും ഇനീഷ്യലി ഉള്ള നമ്മുടെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫേസ്ബുക്ക് പേഴ്സണൽ അക്കൗണ്ട് ആണ്. നമ്മൾ ഗൂഗിൾ ആഡ്സിന് ജിമെയിൽ എന്നതുപോലെ മെറ്റാ പ്ലാറ്റ്ഫോമിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ഫേസ്ബുക്ക് പേഴ്സണൽ അക്കൗണ്ട് ആണ്. നോർമൽ കേസിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഫേസ്ബുക്ക് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാവും. ക്ലിയർ ആയില്ലേ? ഇൻ കേസ് നിങ്ങൾ ഇല്ലാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുക. സോ ഫസ്റ്റ്ലി നിങ്ങളുടെ നെയിം, നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ നെയിം പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ പറ്റും. നോർമലി നമ്മുടെ കേസിൽ നമ്മുടെ നെയിമിന്റെ കൂടെ നമ്മൾ വേറെ പല പേരുകളും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രൂഫിൽ ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള നമ്മൾ ഐഡന്റിറ്റി പ്രൂഫ് ഉണ്ടാവും അല്ലേ, അതിൻ്റെ അകത്ത് എങ്ങനെയാണോ നിങ്ങളുടെ നെയിം ഉള്ളത് അതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ യൂസർ നെയിം കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇതൊക്കെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ അകത്ത് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനീഷ്യലി നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഒപ്റ്റിമൈസ് ചെയ്യാം. വൺസ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഫേസ്ബുക്കിന്റെ നെയിം, അതുപോലെ തന്നെ യൂസർ നെയിം, നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ 2-factor authentication എന്താക്കുക, നിങ്ങൾ എനേബിൾ ചെയ്തിടാം. ക്ലിയർ ആയില്ലേ? വൺസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മുടെ ബ്രാൻഡ്, ഇപ്പോൾ അത് പേഴ്സണൽ ബ്രാൻഡ് ആവട്ടെ ഇല്ലെങ്കിൽ ഒരു കമ്പനി ആവട്ടെ, ഈ പേഴ്സണൽ ബ്രാൻഡ്സിനും കമ്പനികൾക്കൊക്കെ ഫേസ്ബുക്കിന്റെ അകത്ത് പേജസ് ആണ് ഉണ്ടാവുക. ക്ലിയർ ആയില്ലേ? സോ ഈ പേജസ് നമുക്ക് എന്താക്കാൻ പറ്റും, ഫേസ്ബുക്ക് പേഴ്സണൽ അക്കൗണ്ട് അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുക. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പേജ് അഥവാ പേജസ് എന്നുള്ള സെക്ഷനിൽ ക്രിയേറ്റ് എ ഫേസ്ബുക്ക് പേജ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, പുതിയൊരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. സോ അതിൽ ഫസ്റ്റ് ഇനീഷ്യലി നിങ്ങളുടെ പേജിന്റെ നെയിം കൊടുക്കുക. അതുപോലെ തന്നെ അവിടെ ചോദിച്ചിട്ടുള്ള മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യുക. സോ വൺസ് നിങ്ങളുടെ ബിസിനസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ പേജ് എന്തായിട്ടുണ്ടാവും, ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. സോ ഇപ്പൊ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ വൺസ് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേജ് ഒപ്റ്റിമൈസേഷൻ ആണ്. സോ ഈ പേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്താക്കുക, സെറ്റ് ചെയ്യുക. അതായത് ആ പേജിന്റെ നെയിം പ്രോപ്പർ ആണെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നെയിം പ്രോപ്പർ ആയിട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ പേജിന്റെ യൂസർ നെയിം സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അബൌട്ട് കാര്യങ്ങൾ, ഇൻട്രോ എന്നുള്ള പാർട്ടിൽ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ബിസിനസ് എന്താണോ എന്നുള്ളത് ആൾക്കാർക്ക് എന്താക്കുക, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഫിൽ ചെയ്യുക. വൺസ് ഇതെല്ലാം ഫിൽ ചെയ്തതിന് ശേഷം നമ്മുടെ പേജിൻ്റെ അകത്ത് കോൾ ടു ആക്ഷൻ ബട്ടണിന്റെ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ പ്രൊഫൈൽ വന്നു കഴിഞ്ഞാൽ 3 ഡോട്ട് കാണും. ആ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ആക്ഷൻ ബട്ടൺ എന്നോ അല്ലെങ്കിൽ എഡിറ്റ് ആക്ഷൻ ബട്ടൺ എന്നോ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേജിന് ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ സെറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ കോൾ ടു ആക്ഷൻ ബട്ടൺ എന്നുള്ളത്? സപ്പോസ് ഇപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ പ്രോഡക്റ്റോ നമ്മുടെ സർവീസോ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആ ഒരു ചാനലാണ് ഈ കോൾ ടു ആക്ഷൻ പാർട്ട് എന്നുള്ളത്. അത് നിങ്ങൾക്ക് എന്ത് തന്നെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഈവൻ നിങ്ങളുടെ വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലേക്കാവാം, അല്ലെങ്കിൽ മെസ്സഞ്ചറിലേക്കാവാം, വേറെ ഏത് മീഡിയത്തിലേക്ക് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇനീഷ്യലി നിങ്ങൾ എന്താക്കുക, ആ ഒരു കോൾ ടു ആക്ഷൻ സെറ്റ് ചെയ്യുക. വൺസ് നിങ്ങൾ ഈ കോൾ ടു ആക്ഷൻ പാർട്ട് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ്ലി ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്തു. അതോടുകൂടെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നമ്മൾ കംപ്ലീറ്റ്ലി ഒപ്റ്റിമൈസ് ചെയ്തു. ഇനി നമുക്ക് 2 പാർട്ടാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് വരുമ്പോൾ. ഒന്ന് അതിൻ്റെ പ്രൊഫൈൽ പിക്ചർ ആണ്, മറ്റൊന്ന് അതിൻ്റെ കവർ ഫോട്ടോ ആണ്. ഈ കവർ ഫോട്ടോന്റെ കേസിൽ നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ ബ്രാൻഡിന്റെ വാല്യൂ കാണിക്കുന്ന ഒരു ഇമേജോ ഒരു കോട്ടോ എന്ത് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ക്ലിയർ ആയില്ലേ? ഇനി പ്രൊഫൈൽ പിക്ചറിന്റെ കേസിൽ നമുക്ക് 2 കേസുകളാണ് വരെ നോർമലി. ഒന്ന് പേഴ്സണൽ ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ ആളുടെ ഹെഡ് ഷോട്ട്, ഫേസ് പ്രോപ്പർ ആയിട്ട് കാണുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ കമ്പനിയുടെ ലോഗോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി ഒരു ഫേസ്ബുക്ക് പേജ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ക്ലിയറൻസും ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. സോ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. താങ്ക് യു.